ഇത് എന്ത് ലിവറാണ്? ഈ ലിവർ എന്തിനുള്ളതാണ്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അൾട്ടിമേറ്റ് ഫണ്ണാണ്. ഒരു 3 വീലുള്ളൊരു വണ്ടി, 3 വീലുള്ള ഒരു ഇലക്ട്രിക് വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ കയ്യിലാണ് അതിൻ്റെ ബാലൻസ് മുഴുവൻ. ഒരു ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നുണ്ടല്ലേ, സാധാരണ കാണാൻ കിട്ടാത്ത കാഴ്ചയാണ്. എല്ലാവരും ഒരാളോട് പറയണം, ചില ആളുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓട്ടോ ജേർണലിസ്റ്റുകൾക്ക് കിട്ടുന്ന പ്രിവിലേജുകളിൽ ഒന്നെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് വണ്ടികൾ ഓടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്കൂട്ടറുകൾ ഓടിക്കാറുണ്ട്, ബൈക്ക് ഓടിക്കാറുണ്ട്, ഓട്ടോറിക്ഷകൾ ഓടിക്കാറുണ്ട്, ട്രക്കുകൾ ഓടിക്കാറുണ്ട്, ബസ്സുകൾ ഓടിക്കാറുണ്ട്, കാറുകൾ ഓടിക്കാറുണ്ട്. ഇന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഒരു ഓട്ടോറിക്ഷയാണ്, റിക്ഷ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ പേര് DSRൻ്റെ സ്മാർട്ട് എന്നാണ്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതിൽ കുറച്ച് കൗതുകങ്ങളുണ്ട്. ആ കൗതുകങ്ങൾ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. $55 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് പറയുന്ന ഈ DSRന് ഒറ്റ ചാർജിൽ 130 മുതൽ 135 കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പോലുള്ള ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ന് പറയാം. 3,75,000 രൂപയാണ് ഇതിൻ്റെ ആ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിലയുടെ കൂടെ 30,000 രൂപയോളം സബ്സിഡി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം കൗതുകങ്ങളുടെ വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ കൗതുകങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒത്തിരി ബിൽഡ് ക്വാളിറ്റി നന്നായി തോന്നിയ ഒരു വണ്ടിയാണെന്ന് കൂടി പറയാം ഈ ഒരു DSRൻ്റെ സ്മാർട്ട്. ഇതിനൊരു ലോഡിങ് എന്ന് പറഞ്ഞൊരു ലോഡിങ് വേർഷനും കൂടി ഉണ്ട്. നമ്മളതിലേക്ക് പോകുന്നില്ല. ഏകദേശം 7.66 ബാറ്ററി ഉള്ള ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ചാർജ് ഞാൻ കണ്ടില്ല, സ്ലോ ചാർജ് ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ കാണാൻ എങ്ങനെയുണ്ട് വണ്ടി? സാധാരണ ഒരു ട്രഡീഷണൽ ഓട്ടോറിക്ഷ പോലെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയ ഒരു കാര്യം. ഇനി ആദ്യത്തെ ഒരു കൗതുകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് മുന്നിൽ ഡിസ്ക് ബ്രേക്ക് കാണാനുള്ളതാണ്. ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഒരു ജുഗാദ് പോലെ തോന്നി, പക്ഷേ അത്യാവശ്യം ആ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബ്രേക്കിൽ കോൺഫിഡൻസ് ഒക്കെ തോന്നി. ഈ ഒരു സംഗതി കണ്ടോ, ഒക്കെ മെറ്റലാണ്, അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയുള്ളൊരു വണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴും സ്ക്രൂ ഫിറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഒരു ചെറിയ അണീവനസ് ഒക്കെ കാണാം. പക്ഷേ ഓട്ടോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില്ല, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടില്ലെന്ന് വെക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ DSR എന്നുള്ളൊരു ലോഗോയും ഇരുവശത്തും കാണുന്ന ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഉള്ള ഫാൻസി ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളും മറ്റുള്ള ഓട്ടോറിക്ഷകളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്ത തോന്നിക്കാനായിട്ട് ഈ ഒരു വണ്ടി സഹായിക്കുന്നുണ്ട്. മുകളിലായി ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു 2 വശത്തെ ഫിറ്റ്മെൻറ്റ് കൊള്ളാം. ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഹോൾഡറൊക്കെ തന്നെയും ശരിക്കും ആ ഒരു പർപ്പസ് ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് ഏരിയയാണ്. ഇതാണ് ക്യാൻവാസ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഫീച്ചേഴ്സിൻ്റെ കാര്യമായിട്ട് പറയാവുന്നതാണെങ്കിൽ, കൗതുകങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഡിസ്കിനേക്കാൾ കൂടുതൽ വേറൊരു കാര്യം ഞാൻ കണ്ടത് ഒരു ലിവറാണ്. ഇത് എന്ത് ലിവറാണ്? ഈ ലിവർ എന്തിനുള്ളതാണ്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? താഴെ കമൻറ്റ് ചെയ്യുമോ? വേണ്ട, ഞാൻ തന്നെ പറയാം. ഈ ലിവർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ്. അതെ, ഇത് പിടിച്ച് ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി പിന്നിലേക്ക് ഇറങ്ങുന്നില്ല ഒരു കാര്യമുണ്ട്. ഒരു ലിവറൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് മതിയായിരുന്നു, പക്ഷേ ലിവർ ആണ് അവർ കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്കിംഗ് സിസ്റ്റം എന്തോ ആയിരിക്കും. ആ ഒരു കേബിൾ ഓപ്പറേറ്ററാണ്, മെക്കാനിക്കലാണ്. ഡോറുകളൊക്കെ തന്നെയും ആ ഒരു കാറുകളുടെ പോലെ ആക്കിയിട്ടുണ്ട് ഓട്ടോറിക്ഷകൾക്ക്. അത് സേഫ്റ്റി റെഗുലേഷനാണ്. ഇത് മെറ്റലാട്ടോ. ഇനി ഇവിടെയാണ് ചാർജിങ് പോർട്ട്. ഈ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നതല്ലേ ആ ഒരു ചെറിയ ചാർജിങ് പോർട്ടാണ്. ബജാജ് RE, അതായത് റിയർ എഞ്ചിൻ എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഫോമാണ് RE. ആ ഒരു ഓട്ടോറിക്ഷ പിന്നിൽ നമ്മൾ കണ്ടത് എന്താ? എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും നോക്കട്ടെ. ലോക്ക് തുറക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നല്ല, അതതിൻ്റെ ബാറ്ററി പാക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 7.6 ബാറ്ററി പാക്കാണ്. മോട്ടർ താഴെയാണ്, ചെറിയൊരു മോട്ടറേ വേണ്ടു ശരിക്കും ഓടാനായിട്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി പാക്ക് വെക്കാനായിട്ടൊരു വലിയ ഏരിയ തന്നെ ഇവർ ഈ ഒരു പിന്നിൽ കണ്ടെത്തിയെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പല കോമ്പൗണ്ടുകളും അല്ലെങ്കിൽ പല ആ ഒരു ഐറ്റംസും അല്ലെങ്കിൽ പല പാർട്സും മറ്റുള്ള വണ്ടികളുടെ ഷെയറിങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ ബജാജ് ഓട്ടോറിക്ഷയുടെ സാമ്യമൊക്കെ പറഞ്ഞത്. പിന്നിലും കൂടെ സാമ്യം നമുക്ക് കാണാം. ഇവിടെ ആ ഒരു ബമ്പർ പോലെ കൊടുത്തിട്ട് ഭാഗമുണ്ട്, റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു ടെയിൽ ലാമ്പും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ടെയിൽ ലാമ്പാണ്. അകത്ത് കുറച്ചധികം കൗതുകങ്ങളുണ്ട്. നീറ്റാണ് ഡാഷ്ബോർഡ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ബിൽഡുള്ള ഒരു ഡാഷ്ബോർഡാണ്. ഇപ്പോൾ ഈ ഒരു നെറ്റുകളുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ക്രൂസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഒരിത്തിരി കൂടി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് ഈ DSR എന്നുള്ള ബാറ്റിൽ ഈ ഒരു വലിയ ക്ലസ്റ്റർ, ആ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഓർമ്മിച്ചു. ട്രിപ്പ് അല്ലെങ്കിൽ റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇതിന് 3 മോഡുകളുണ്ട്. ചെറിയൊരു ബട്ടണാണ്. ഈ ഒരു മോഡ് പറഞ്ഞ മാറ്റം ഒരിത്തിരി ആഫ്റ്റർ തോട്ടായിട്ട് തോന്നി. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഈക്കോ, സിറ്റി, ആ ഒരു സ്പോർട്ട് എന്നുള്ള 3 ബട്ടണാണ്. ഹസാർഡ് ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ചും ഒരു USB പോർട്ട്, ഒന്നല്ല USB പോർട്ടുണ്ട്, സ്വിച്ചുള്ള USB പോർട്ടാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്താൽ മതി, വെറുതെ കറണ്ട് കളയേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് വർക്ക്സ് ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബജാജിൻ്റെ ആ ഒരു ഓട്ടോറിക്ഷയുമായിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് ഈ ഒരു കിക്കറിൻ്റെ ഒരു കട്ടിങ് പോലുള്ള ഭാഗം ഇവിടെ കണ്ടു. ഈ ഒരു ഭാഗം പോലെ തന്നെ അപ്പുറത്തൊരു ഭാഗമുണ്ട്. പിന്നെ ഈ ലിവർ ഞാനേ ബജാജിൻ്റെ ഡീസൽ ഓട്ടോറിക്ഷകളുണ്ട്, ഡീകംപ്രഷൻ ലിവർ വെക്കാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സംഭവം കാണുന്നുണ്ട്. ശരിക്കും എനിക്കിതാണ് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്, എന്താ ഇങ്ങനെ ഇതിന് ഡീകംപ്രഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ മാറ്റുമ്പോൾ ഈ ക്ലസ്റ്ററിൽ ആ ഒരു സിമ്പിൾ വരെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നല്ല ഒരു അറ്റൻഷൻ ഡീറ്റെയിൽ ആണ്. മിററുകളൊക്കെ തന്നെ നമുക്ക് കണ്ടു പരിചയമുള്ള മിററാണ്. ക്യാൻവാസ് ടോപ്പൊക്കെ നല്ലതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇതിൻ്റെ ഹാൻഡിലും ഉണ്ട് ആ
ഒരു സാമ്യം. ഇവിടെ ക്ലച്ചിൻ്റെ ഒരു ലിവർ നിൽക്കുന്ന പോലുള്ള ഒരു ഭാഗത്തുണ്ടോ ഈ ഒരു പീസിന് ഒരു ഒഴിവാക്കിയിട്ടില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു എന്താ പറയുക പാർട്ട് ഷെയറിങ് നമുക്ക് ഇഷ്ടംപോലെ കാണാം. കാരണം ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ ഒരു വണ്ടിയുടെ കമ്പനി തുടങ്ങുന്ന സമയത്ത് എല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈസി ടു അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമുക്ക് പൈസ കുറച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഇവിടെ സ്വിച്ചുകൾ കാണാം. ഈ സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു വൈപ്പറിൻ്റെ സ്വിച്ച്, അതുപോലെ ഇവിടെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, ഇവിടെ ആ ഒരു ഹോണാണ്. ഇതാണ് ആ ഒരു ഗിയർ സെലക്ടർ. ഗിയർ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ഡ്രൈവിന് വിട്ടത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഇൻഡിക്കേറ്ററും ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിപ്പറും കാണാം. ഗ്രിപ്പൊക്കെ പിടിക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ് ഈ സ്മാർട്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാണാം DSRൻ്റെ ലോഗോയുടെ മുന്നിൽ. ഡോർ തുറന്ന് വേണം അകത്ത് കയറാനായിട്ട്. ഈ അകത്ത് കയറി ഇരിക്കുമ്പോഴേ ശരിക്കും സാധാരണ ഓട്ടോ ഇരിക്കുന്ന പോലെ തന്നെ ഉള്ളൂ, വ്യത്യാസം പറയാനില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതായത് മുട്ടൊന്നും നമ്മുടെ കാലിൽ മുട്ടൊന്നുമില്ല. ആ ഒരു ഹെഡ് റൂമൊക്കെ നല്ലതാണ്, ആ ഒരു കാറിൻ്റെ ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് ഇരിക്കാനും അത്യാവശ്യം നല്ല സുഖം തോന്നി. അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇത് ശരിക്കും ഓടിക്കാൻ എങ്ങനെ ഉണ്ടെന്ന് കൂടി പറയണം. അതായത് ഇതിന് സ്പോർട്ട് മോഡ് ഉണ്ട്, ഈക്കോ മോഡ് ഉണ്ട്, സിറ്റി മോഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സ്പോർട്ട് മോഡ് ഇട്ടിട്ട് അങ്ങ് ഓടിക്കാം. ഇതിൽ കൗതുകങ്ങളായിട്ട് പറഞ്ഞ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്കിലെ തുറക്കുന്ന കാര്യം, ആ ബാറ്ററി ഞാൻ കാണിച്ചു. പിന്നെ സ്വിച്ചുകളൊക്കെ കണ്ടു, ഭംഗിയൊക്കെ ഉണ്ട്. 2 ഗ്ലോ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓടിക്കാൻ എങ്ങനെയുള്ളതാണ്. നമുക്ക് വണ്ടി എടുത്ത് ഓടിക്കാം. സാധാരണ ഓട്ടോറിക്ഷയിൽ നിന്ന് ഈ ഒരു DSRൻ്റെ ഈ സ്മാർട്ടിൽ കണ്ട പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി നല്ലതാണെന്നുള്ളതാണ്. എല്ലാം വെൽ പുട്ട് ടുഗദറാണ്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്ക്രൂകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ആ ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു, മികച്ച ക്ലസ്റ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ നല്ലതാണ് ഫോർ ഓട്ടോറിക്ഷ. പാർട്ട് ഷെയറിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബജാജിൻ്റെ പാർട്സുകളായിരിക്കും മിക്കവാറും ഷെയർ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതായത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആ ഒരു കാര്യത്തിലേക്ക് വന്നാൽ 55 ന്യൂട്രൺ മീറ്റർ ടോർക്ക് ഉണ്ട് ഇതിനകത്ത്, 6 കിലോവാട്ട് പവറും. അപ്പോൾ നമ്മൾ സ്പോർട്ട് മോഡിട്ട് ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. നമുക്ക് 55 കിലോമീറ്റർ എന്ന സ്പീഡ് ചില സമയത്ത് 56 വരെയൊക്കെ പോകുന്നുണ്ട്. രസമുണ്ട് ഓടിക്കാനായിട്ട്. പിന്നെ ഗ്രേഡബിലിറ്റി പറയണം, അത് ഓട്ടോറിക്ഷ ആണല്ലോ. അപ്പോൾ 15% ആ ഒരു ഗ്രേഡബിലിറ്റി പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം, ഇതിൻ്റെ ഫേഷ്യ കൊള്ളാം. ഫ്രണ്ട് ഫേഷ്യ അത്യാവശ്യം നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. ഇതിൻ്റെ രൂപം ഒരു സാധാരണ ഓട്ടോറിക്ഷയാണ്, നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഓട്ടോറിക്ഷയാണെന്നുള്ളത് തന്നെ നമുക്ക് ഒരിക്കലും ഒരു വൃത്തികേട് തോന്നില്ല, അല്ലെങ്കിൽ ഒരു ഔചിത്യമില്ലായ്മ തോന്നില്ല. ശരിക്കും നല്ല ഭംഗിയുണ്ടെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ബ്രേക്ക് ഫ്രണ്ടിൽ ഡിസ്ക്കാണ്, ബാക്കിൽ ഡ്രം ചവിട്ടി നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണ്. 3,75,000 രൂപ എന്ന് പറഞ്ഞ പ്രൈസിൽ കിട്ടുന്ന ഈ ഒരു DSRൻ്റെ ഈ സ്മാർട്ട് എന്നുള്ളതാണ്. ഇവർക്ക് ലോഡ് കിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ 135 കിലോമീറ്റർ സിംഗിൾ ചാർജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരു ഡെയിലി ഡ്രൈവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരുപാട് ഓട്ടം ഓടാൻ പറ്റുന്ന വണ്ടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഞാൻ പറയാം 10 കിലോമീറ്റർ വെച്ച് 13 ട്രിപ്പ് ഓടാലോ 130 എന്ന് പറയുമ്പോൾ. അല്ലെങ്കിൽ 5 കിലോമീറ്റർ വെച്ച് 26 ട്രിപ്പ് ഓടാലോ. അങ്ങനെയൊക്കെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. കാരണം എപ്പോഴും ഓട്ടോ എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് ഒരു ഇലക്ട്രിക് ആണ് എന്നുള്ളത് ഓക്കെ, ഒബ്വിയസ് ആണ്, ഇലക്ട്രിക് ആണ്. പക്ഷെ ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിനൊരു ഓട്ടോറിക്ഷയുടെ ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു 2 സ്ട്രോക്ക് ബജാജ് 6 ഓടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് ആ മോട്ടറിൽ വരുന്നുണ്ട്. അത് ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ ഇത്തിരി പരിചയമുള്ള കാര്യമല്ല. എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ വണ്ടി ഓണാണെന്നുള്ളത്, വണ്ടി ഓടിക്കാനുള്ള ആ ഒരു രസം നമുക്ക് തോന്നും. 3 മോഡലുണ്ട്, ഈക്കോ, സിറ്റി, സ്പോർട്ട്. എനിക്ക് തോന്നുന്നു 3 മോഡലുകൾ മാറുമ്പോൾ റേഞ്ചിൽ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല ആ ഒരു ക്ലസ്റ്ററിൽ. ഒബ്വിയസ്ലി റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈക്കോ മോഡാണെങ്കിലായിരിക്കും 130 കിട്ടുക, അതല്ലെങ്കിൽ സ്പോർട്ട് മോഡാണെങ്കിൽ ആ ഒരു കുറവുണ്ടാവും. എന്നാലും സ്പോർട്ട് മോഡിൽ ഓടിക്കാനാണ് ഈ വണ്ടി ഫൺ, അൾട്ടിമേറ്റ് ഫണ്ണാണ്. ഒരു 3 വീലുള്ളൊരു വണ്ടി, 3 വീലുള്ളൊരു ഇലക്ട്രിക് വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ കയ്യിലാണ് ഇതിൻ്റെ ബാലൻസ് മുഴുവൻ. അതായത് ഈ ഒരു ഹാൻഡിലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ചെറിയൊരു ഫ്ലിക്ക് മതി വണ്ടിയുടെ ആ ഒരു ദിശ മാറാനായിട്ട്. കാർ ഓടിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷേ ഓട്ടോ ഓടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഒരു അൾട്ടിമേറ്റ് ഫണ്ണായിട്ടുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഞാൻ കാണുന്നത്. ആ കൂട്ടത്തിലേക്ക് വന്നുള്ള ഏറ്റവും പുതിയ അഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു DSR ഈ സ്മാർട്ട് എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് ഓട്ടോറിക്ഷയാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി. 4 ചക്ര വണ്ടി ഇത് അല്ല 3. നമസ്കാരം.